ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ഊർജ്ജ പരിപാലനം. അപ്പോൾ ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ഊർജ്ജ പരിപാലനം എന്ന ഒരു ടോപ്പിക് എടുക്കാം. ഇന്ധനങ്ങൾ. ഏറ്റവും പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് ഇന്ധനങ്ങൾ. ആദിമ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഊർജ്ജരൂപമായി കണക്കാക്കുന്നത് താപമാണ്. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവ അറിയപ്പെടുന്നത് ഇന്ധനങ്ങൾ. അതൊരു PYQ ആണ്. ഇന്ധനങ്ങൾ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുണ്ട്. ഖരം വിറക്, കൽക്കരി, കോക്ക് എന്നിവ. ദ്രാവകം മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ. വാതകാവസ്ഥയിൽ ബയോഗ്യാസ്, പ്രകൃതിവാതകങ്ങൾ, ഹൈഡ്രജൻ എക്സെട്ര. ഇന്ധനങ്ങളുടെ ജ്വലനം. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്നത് ഓക്സിജനാണ്. അപ്പം ജ്വലിക്കാനായിട്ട് സഹായത്തിനെത്തുന്ന ആരാണ്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ജ്വലിക്കത്തുള്ളൂ. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീഷ്ണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണജ്വലനം. പൂർണ്ണജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ. ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം. ജ്വലിക്കാനാവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. ജ്വലനത്തിനാവശ്യമായ ഓക്സിജൻ ലഭ്യമാകണം. പൂർണ്ണജ്വലനത്തിൻ്റെ സവിശേഷതകൾ. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. താപോർജ്ജം കൂടുതൽ. ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് കുറയും. അപ്പം നന്നായിട്ട് ജ്വലനം നടക്കണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ്റെ അളവ് ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ജ്വലനത്തിൻ്റെ തോത് എങ്ങനെയായിരിക്കും? കുറയും. ജ്വലനത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് മൂലം കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് ഭാഗിക ജ്വലനം അഥവാ പൂർണ്ണജ്വലനം. ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷം. ഇന്ധനനഷ്ടം. അപ്പം ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷം എന്താണ്? ഇന്ധനനഷ്ടം. വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലും കൂടുതലുണ്ടോ എന്നറിയാൻ നടത്തുന്ന പരിശോധനയാണ് പുക പരിശോധന. ഇനി അടുത്തത് ഫോസിൽ ഇന്ധനങ്ങൾ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽപ്പെട്ടു പോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. അപ്പോൾ അതൊരു PYQ ആയിരിക്കും. PYQ ആണ് കേട്ടോ അത്. അപ്പം ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കപ്പെടാത്തതിനാൽ ഇവ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ്. അടുത്തതാണ് കൽക്കരി. ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ 4ആയി തരംതിരിക്കാം. അതേതൊക്കെയാണെന്ന് നോക്കാം. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്നത് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. അതൊരു PYQ ആണ്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്നതാണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. ഇനി അടുത്തത് CNGയും LNGയും എന്താണെന്ന് നോക്കാം. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വാതകങ്ങളാണ് CNGയും LNGയും. CNGയുടെ പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നും LNGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നുമാണ്. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. അതൊരു PYQ ആണ്. LNGയിലെയും CNGയിലെയും പ്രധാന ഘടകം എന്താണ്? മീഥെയ്ൻ. LNG, CNG എന്നിവ പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ, വ്യവസായശാലകൾ, തെർമൽ പവർ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലാണ്. LNGയുടെ പ്രാധാന്യം. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും സാധിക്കും. ഇതാണ് LNGയുടെ പ്രാധാന്യം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലെ Q ഫാക്ടേഴ്സ് നോക്കാം. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്നത് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവയാണ്.
പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അത് ഫോസിൽ ഇന്ധനങ്ങളാണ്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. അതിനുദാഹരണം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ.